മലപ്പുറം കാളികാവിൽ വനവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ നരഭോജി കടുവയുടെ ചിത്രം പതിഞ്ഞതായി ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയ. കൊല്ലപ്പെട്ട ഗഫൂർ അലിയെ കടുവ ആക്രമിച്ചതിന് സമീപത്താണ് ചിത്രം പതിഞ്ഞത്. കടുവ സൈലന്റ് വാലിയിൽ നിന്നുള്ളതാണ് എന്ന് വനംവകുപ്പ് അറിയിച്ചു. നിലമ്പൂർ സൗത്ത് DFI സ്ഥലം മാറ്റിയത് ദൌത്യത്തെ ബാധിക്കുമെന്നും അരുൺ സക്രിയ പറഞ്ഞു. പ്രസൻസ് കിട്ടിയിട്ടുണ്ട്, പ്രസൻസ് കിട്ടി, കണ്ടെത്തി. ഇല്ല, അവിടെ കുങ്കിയാനല്ല, നമുക്ക് ഒരു ഒറ്റ ഫോട്ടോയെ വന്നിട്ടുള്ളൂ. നമ്മൾ കൂടുതൽ എക്സ്റ്റൻസീവായിട്ട് നമ്മൾ ആക്കാൻ വേണ്ടി പോവാണ്, അത് ഏരിയ കവർ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ പാരാമ്പുലേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ രാവിലെ ഒരു പാരാമ്പുലേഷൻ കഴിഞ്ഞു, ഉച്ചയ്ക്ക് രണ്ടാമത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ദെൻ കൂടുതൽ ക്യാമറ എല്ലാം പൊസിഷൻ മാറ്റി വെക്കണം. ഓക്കെ, ആ വർക്ക് നടക്കുന്നുണ്ട്. ജംഷീർ കൊടിഞ്ഞുകൊണ്ട് വിവരങ്ങൾ നൽകാനായി. ജംഷീർ, ക്യാമറയിൽ കടുവയുടെ ചിത്രം പതിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഏത് തരത്തിലായിരിക്കും ഈ ദൗത്യം അവർ തുടരാൻ സാധ്യതയുള്ളത്? മറ്റൊന്ന്, ഈ DFI സ്ഥലം മാറ്റിയതിൽ കടുത്ത അതൃപ്തി അരുൺ സക്രിയയ്ക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. തീർച്ചയായിട്ടും അജി, ഈ കടുവയെ പിടികൂടാനുള്ള നീക്കത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാളിക്കാവിലെ ഈ യുവാവിനെ കൊലപ്പെടുത്തിയ കടുവയുടെ ചിത്രം ഇപ്പോൾ വനവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ കൃത്യമായി തന്നെ പതിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അല്പം മുമ്പ് ഡോക്ടർ അരുൺ സക്രിയ നമ്മോട് പറഞ്ഞത്. അതായത് ഈ ഗഫൂർ അലിയെ കടുവ ആക്രമിച്ചതിന് സമീപത്ത് വനവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിലാണ് ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം അല്ലെങ്കിൽ കടുവയുടെ ചിത്രം കൃത്യമായി തന്നെ പതിഞ്ഞിരിക്കുന്നത്. ഇത് സൈലന്റ് വാലിയിൽ നിന്നുള്ള കടുവയാണ്. ഈ വനവകുപ്പിന്റെ ലിസ്റ്റിലുള്ള, അതായത് ഡാറ്റ ലിസ്റ്റിലുള്ള കടുവ ആണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വനവകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനി ഈ കടുവയെ ട്രേസ് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ കടുവ ഏതു ഭാഗത്താണെന്ന് കണ്ടെത്തിയതിനു ശേഷമായിരിക്കും ഇനി കുങ്കിയാനകൾ ഒരു പക്ഷേ അങ്ങോട്ടേക്ക് കൊണ്ടുപോയുള്ള വിശദമായിട്ടുള്ള പരിശോധനയും മറ്റും ഉണ്ടാവുക. ഈ കടുവയെ മയക്കുവെടി വെക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വ്യാപകമായ തിരച്ചിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അതിനിടെയാണ് ഇപ്പോൾ ഈ ശ്രമങ്ങളൊക്കെ നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ DFI സ്ഥലം മാറ്റിയുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. എന്നാൽ ഈ DFI സ്ഥലം മാറ്റുന്നത് യാതൊരു വിധത്തിലും ഈ പ്രവർത്തനങ്ങളെ ബാധിക്കരുത് എന്നാണ് MLA അല്പം മുമ്പ് പറയുകയുണ്ടായത്. ഈ പ്രവർത്തനങ്ങളെ, കടുവയെ പിടികൂടാനുള്ള പ്രവർത്തനങ്ങളെ യാതൊരു വിധത്തിലും ബാധിക്കരുത്. പക്ഷേ അല്പം മുമ്പ് ഡോക്ടർ സക്രിയ പറഞ്ഞത് ഈ DFI ആണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ ഇത് കാര്യമായി ബാധിക്കും എന്നുള്ളത് തന്നെ അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അതായത് DFI മാറ്റിയാലുള്ള അതൃപ്തി ഉൾപ്പെടെ ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ ഉണ്ട്. ആ കാര്യം ഡോക്ടർ അരുൺ സക്രിയ ഉൾപ്പെടെയുള്ളവർ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇതിനകത്ത് ഇപ്പോൾ കടുവയുടെ ചിത്രം വ്യക്തമായിരിക്കുന്നു. ഇനി കടുവയെ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അജി, ഇപ്പൊ തന്നെ ഈ കടുവ ഇപ്പോൾ ചിത്രം പതിഞ്ഞ സ്ഥലം അത് നേരത്തെ ഈ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ വീടിന് പരിസരത്താണോ, അത് എവിടെയാണ് ജംഷീർ? അത് ജനവാസ മേഖലയിലാണോ? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി. കാളിക്കാവിലെ അടക്കാക്കുണ്ട് പാറശ്ശേരി എന്ന് പറയുന്ന സ്ഥലമാണ് ഇത്. അത് ഗഫൂറിന്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 4-5 കിലോമീറ്റർ ദൂരമുണ്ട്. അദ്ദേഹം ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇതൊരു റബ്ബർ എസ്റ്റേറ്റ് ആണ്. ഈ കടുവയുടെ ആക്രമണം ഉണ്ടായ ഒരു 1.5 കിലോമീറ്റർ താഴെയൊക്കെ ജനവാസ മേഖലയാണ്. മാത്രമല്ല ഇത് കൃഷി